നമ്മൾ സാധാരണ കൂട്ടുന്ന, അതായത് സങ്കലനം, സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് സാധാരണയായിട്ട് വരുന്നത് ഇപ്പൊ 56, 99, 78 ഇത് തമ്മിൽ എങ്ങനെ കൂട്ടും, ഇത് നമുക്ക് കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്. അതായത് ആദ്യം നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ഈ വലത്തെ സംഖ്യകളാണ് ആദ്യം കൂട്ടേണ്ടത്. അതായത് ഇത് ഇങ്ങനെ ആദ്യം കൂട്ടണം. അപ്പൊ എന്ത് വരും, 9 6 അല്ലെങ്കിൽ 8 9 17, 17 6 23. 23 നമ്മളിവിടെ ശിഷ്ടം 23 3 ഇവിടെ ഇടാം. അതിനുശേഷം 2 ഇവിടെ ഇടണം. അതിനുശേഷം നമുക്ക് ഇവിടെ കൂട്ടാം 7 9 16, 16 5 21, 21 2 ഈ രണ്ടും കൂടി കൂട്ടണം. നേരത്തെ 23ന്റെ 3 ഇവിടെ ഇട്ട് 2 നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടും കൂടി കൂട്ടണം. അപ്പൊ 7 9 16 5 21 2 23. 23 നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഉത്തരം എത്രയാണ്? ഈ 3 സംഖ്യകൾ നമ്മൾ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരവാണ് 233. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തത് 79 98 53 ഇത് തമ്മിൽ കൂട്ടണം എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഈ വലത്തെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടാം. അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 8 3 11 9 20. 20ന് എന്ത് ചെയ്യണം? 0 ഇവിടെ ഇടാം, 2 മുകളിലിടാം. എന്നിട്ട് അടുത്ത നിര കൂട്ടുക. 5 9 14, 14 7 21. അപ്പൊ എത്രയാണ്? 5 9 14, 14 7 21. 21 നേരത്തെ 20ന്റെ 2 ഇവിടെ ഇട്ടുണ്ട്. ആ 2 കൂടി കൂട്ടണം. അപ്പൊ എത്രയായി? 21 2 23. 5 9 14 7 21 2 23. അപ്പൊ ഇതിന്റെ ഉത്തരം 23, 230. അപ്പൊ ഇതിന്റെ ഉത്തരം 230. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്നത് 3 അക്കങ്ങളാണ്. ഓരോ നിരയിലും 3 അക്കങ്ങളാണ്. ഇത് നമുക്ക് എങ്ങനെ കൂട്ടണം നോക്കാം. ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വലത്തെ അറ്റത്തെ സംഖ്യകൾ കൂട്ടാം. 9 9 18, 18 7 എത്രയാണ്? 25. 25ന് 5 നമുക്ക് ഇവിടെ ഇടാം. 25ന്റെ 2 അടുത്ത നിരയുടെ മുകളിലിടാം. എന്നിട്ട് അടുത്ത നിര കൂട്ടുക. 8 8 16, 16 5 21. 21 നേരത്തെ 25ന്റെ 2 ഇവിടെ ഉണ്ട്. അപ്പൊ 21 2 23. അപ്പൊ 8 8 16 21 2 23. 23ന് 2 നമ്മള് 23ന് 3 നമ്മൾ ഇവിടെ ഇടണം. അല്ല, 23ന് 3 ഇട്ടിട്ട് ഇവിടെ ആ 2 ഇടണം. 23ന്റെ 2 ഇവിടെ അടുത്ത നിരയുടെ മുകളിൽ ഇടണം. എന്നിട്ട് പിന്നെ അടുത്ത നിര കൂട്ടാം. 4 9 13, 13 3 16 അല്ലെ. 16ഉം നേരത്തെ 23ന്റെ 2 കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ 16ഉം എത്രയാണ്? 9 4 13 3 16 2 18 അല്ലെ. 18 നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 1835. അതാണ് അതിന്റെ ഉത്തരം. ഇനി നമുക്ക് കുറയ്ക്കണത് അഥവാ വ്യവകലനം അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 96ൽ നിന്ന് നമുക്ക് 63 കുറക്കാം. നമുക്ക് സാധാരണ മനക്കണക്കായിരിക്കാം, എന്നാലും നമുക്ക് ഇതുപോലെ എഴുതി കുറക്കണം. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ 6ൽ നിന്ന് 3 കുറക്കാം. 6ൽ നിന്ന് 3 കുറക്കാം. അപ്പൊ എത്രയാണ്? 3. അതുപോലെ തന്നെ 9ൽ നിന്ന് 6 കുറക്കാം. 9 6 കുറച്ചാല് 3. അപ്പൊ 33 ഉത്തരം. അതുപോലെ തന്നെ നമുക്ക് ഈ 96ൽ നിന്ന് 78 എങ്ങനെ കുറക്കണം നോക്കാം. 78 കുറക്കുമ്പോൾ ഇവിടെ 6ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഈ 9ൽ നിന്ന് നമ്മൾ 1 ഇങ്ങോട്ട് മേടിക്കും. അപ്പൊ എന്താവും? ഇത് 16 ആവും അല്ലെ. എത്രയായി? ഇത് 16 ആവും ഇത് മേടിക്കുമ്പോ. എന്നിട്ട് നമുക്ക് ഈ 16ൽ നിന്ന് 8 കുറക്കാം. പിന്നെ ഈ 6 ഒന്നും ചെയ്യാൻ പാടില്ല, 6ന് വിലയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 16ൽ നിന്ന് 8 കുറക്കാം. അങ്ങനെ വരുമ്പോ 16ൽ നിന്ന് 8 കുറച്ചാല് 8 അല്ലെ. ഇനി എന്താണ്? ഇവിടെ നമ്മൾ എത്ര ഉണ്ട്? ഇവിടെ
9 ഇല്ല അല്ലേ? കാരണം 9 നമ്മൾ നേരത്തെ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 8 ഉള്ളു അല്ലേ? 8 ഉള്ളു, ഇവിടെ 9 ഇല്ല. അപ്പൊ നമുക്ക് ഈ 9 കണക്കാക്കാതെ 8ൽ നിന്ന് 7 കുറക്കാം. അങ്ങനെ വരുമ്പോൾ 8ന്റെ 7 കുറച്ചാല് 1 അല്ലേ? അപ്പൊ 96 നിന്ന് 78 കുറച്ചാല് 18 അല്ലെ? എങ്ങനെയാണ് ചെയ്തത്? ആദ്യം 6ൽ നിന്ന് 8 കുറക്കാൻ നോക്കി, അപ്പൊ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? 9ൽ നിന്ന് തൊട്ടപ്പുറത്തെ സംഖ്യയിൽ നിന്ന് 1 കടം മേടിച്ചാല് 16 ആവും. 7 അല്ല 16. കടം മേടിക്കുന്ന പറഞ്ഞാല് ഈ 1 6ന്റെ ഇപ്പുറത്ത് ഇടണം അല്ലെ? ഇടത്തെ സൈഡിൽ ഇടണം. അപ്പൊ 16 ആവും. ഈ 16ൽ നിന്ന് നമ്മൾ 8 കുറയ്ക്കണം. 8 കുറച്ചാല് 8. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത്? ഈ 9, ഇവിടെ 9 നമുക്ക് കാണാം, പക്ഷെ ഇവിടെ 9 ഇല്ല. കാരണം ഈ 9 നമ്മൾ നേരത്തെ ഈ 16 ആക്കാനായിട്ട് 1 കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 8 ഉള്ളു അല്ലെ? അപ്പൊ ആ 8 ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഈ 9ന് വിലയില്ല. പിന്നെ നമുക്ക് 8ൽ നിന്ന് 7 കുറക്കണം. അപ്പൊ 1. അപ്പൊ ഉത്തരത്തിലാണ് 18. അതുപോലെ തന്നെ നമ്മൾ 100ൽ നിന്ന് അടുത്തതിൽ 100ൽ നിന്ന് 53 കുറക്കണം അല്ലെ? നമുക്ക് നേരിട്ട് കുറക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ക്രിയ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഈ 0ൽ നിന്ന് 3 പോകുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് കടം മേടിക്കാൻ പറ്റുമോ? ഇവിടെ കടം മേടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 0 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1ൽ നിന്ന് കടം മേടിക്കും. ഇവിടെ 1ൽ നിന്ന് ഈ 1 ഇങ്ങോട്ട് മേടിക്കും. അപ്പൊ എത്രയായി? ഇത് 10 ആവും. ഇത് 10 ആയി കഴിഞ്ഞാല് ഈ 10ൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മേടിക്കാൻ വരണം അല്ലെ? അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും അല്ലെ? അപ്പൊ എത്രയാണ്? ഇവിടെ എത്രയായി? ഇവിടെ 10 ആവും അല്ലെ? ഇവിടെ 10 ആയി. അതേസമയം ഇവിടെ എത്രയായി? ഇവിടെ 9 ആവും അല്ലെ? 9 ആയി. ഇവിടെ ഒന്നുമില്ല, 0 ആണ് അല്ലെ? കാരണം 0ൽ നിന്ന് 3 പോകൂല അല്ലെ? 3 കുറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? ഈ 0ൽ മേടിക്കാൻ നോക്കി. അപ്പൊ ഈ 0ലും ഇല്ല. അപ്പൊ എന്ത് ചെയ്ത്? ഈ 100ൽ നിന്ന് ഈ 1ൽ നിന്ന് നമ്മൾ മേടിച്ച്. അപ്പൊ 1ൽ നിന്ന് മേടിച്ച് ഇങ്ങോട്ട് മേടിച്ച് ആദ്യം. 1ൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് മേടിച്ചാല് ഇവിടെ 10 ആവും. ഇവിടെ 10 ആയി കഴിഞ്ഞാല് ഈ 1ന്റെ അവിടെ 0 വരും. ഇവിടെ 10 ആവും. ഈ 10ൽ നമ്മൾ 1 ഇവിടെ മേടിച്ച് അല്ലെ? അപ്പൊ ഇവിടെ 10 ആവും. അപ്പൊ ഇവിടെ 9 ആവും അല്ലെ? അപ്പൊ കുറയ്ക്കുമ്പോ എന്തായും? ഈ 10ൽ നിന്ന് 3 കുറച്ചാല് 7. അതുപോലെ തന്നെ 9ൽ നിന്ന് പിന്നെ 0 ഒന്നുമില്ല. കാരണം പിന്നെ ഈ 9ൽ നിന്ന് ഓർക്കേണ്ടത്. 9ൽ നിന്ന് 5 കുറച്ചാല് 4 അല്ലെ? പിന്നെ ഇവിടെ ഒന്നില്ല ഇവിടെ അല്ലെ? 0 ആണ്. അപ്പൊ ഉത്തരത്തിലാണ് 47. ഉത്തരം ശരിയാണ്. എന്ത് ചെയ്യും? 47 50 കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പൊ ഉത്തരം ശരിയാണ് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് 850 850ൽ നിന്ന് 485 കുറക്കാം. അങ്ങനെ വരുമ്പോ എന്താവും? ഇവിടെ 0 ആണ്, ഇവിടെ 5 ആണ് അല്ലെ? ഈ 0ൽ നിന്ന് 5 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ 5ൽ നിന്ന് 1 ഇവിടെ കടം മേടിക്കും. അപ്പൊ എത്രയായി? ഇവിടെ 10 ആവും. ഇവിടെ 10 ആയി കഴിഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 5ൽ നിന്ന് നമ്മൾ പറഞ്ഞ മേടിച്ച് 1 മേടിച്ച്. അപ്പൊ ഇവിടെ എത്ര? 4 അല്ലെ? 4. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഈ 10ൽ നിന്ന് 5 കുറക്കണം. അപ്പൊ എന്തായി? 10ൽ നിന്ന് 5 കുറച്ചാല് 5. ഇവിടെ ഈ 5ൽ നിന്നല്ല ഓർക്കേണ്ടത്. കാരണം 5 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മേടിച്ച്. അപ്പൊ 4ൽ നിന്ന് ഓർക്കേണ്ടത് അല്ലെ? ഇവിടെ 4 ആണ് ഇതിന്റെ വില. അപ്പൊ 4ൽ നിന്ന് 8 തുറക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പുറത്തെ 8ൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കും അല്ലെ? അപ്പൊ ഇവിടെ 14 ആവും അല്ലെ? ഇവിടെ 14. ഇവിടത്തെ വരും 7 ആവും അല്ലെ? 8ൽ നമ്മൾ പറഞ്ഞ് മേടിച്ചാല് 7 ആവും. അപ്പൊ ഇവിടെ 14ൽ നിന്ന് 8 തുറക്കണം. അപ്പൊ എത്ര കിട്ടും? 6 അല്ലെ? അപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ 6 കിട്ടി. അതിനുശേഷം ഇവിടെ 8ൽ നിന്ന് ഓർക്കാൻ പറ്റില്ല. കാരണം 8ൽ നിന്ന് പറഞ്ഞ ഇവിടെ മേടിച്ചിട്ട്. അപ്പൊ അത് കാരണം ഇവിടെ 7 ആണ്. ആ 7 4 കുറച്ചാല് 3 അല്ലെ? അപ്പൊ ഉത്തരം 365 അല്ലെ? 365 ഉത്തരം. അപ്പൊ എന്താണ് ചെയ്തത്? നമ്മള് 850 485 കുറച്ച്. അതെങ്ങനെയാണ്? 0ൽ നിന്ന് 5 ഓർക്കാൻ പറ്റില്ല. അപ്പൊ 5ൽ നിന്ന് മേടിച്ചപ്പോ 5ന്റെ അവിടെ 4 ആയി. അതിനുശേഷം ഇവിടെ 10 ആവും. 10 ആകുമ്പോ ഈ 10ൽ നിന്ന് 5 കുറച്ചാല് 5. പിന്നെ ഇവിടെ 4 ആയിരുന്നു. 4ൽ നിന്ന് 8 പോകൂല. അപ്പൊ 8ൽ നിന്ന് 1 ഇവിടെ കടം മേടിച്ച്. അപ്പൊ 14 ആയി. 14ൽ നിന്ന് 8 കുറച്ച്. അപ്പൊ 6 കിട്ടി അല്ലെ? 6 കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? ഈ 4 ഇവിടെ 7 ആണ് അല്ലെ? നമ്മൾ ഈ 8ൽ നിന്ന് പറഞ്ഞ മേടിച്ച്. അപ്പൊ 7 ആണ് ഇവിടെ. അപ്പൊ 7ൽ നിന്ന് 4 കുറച്ചാല് 3. 365 ഉത്തരം. ഇനി നമുക്ക് ഗുണനം നോക്കാം. ഗുണനത്തിൽ ആദ്യം 2 സംഖ്യയും 1 സംഖ്യയും കൂടി, പിന്നെ 2 സംഖ്യ 2 സംഖ്യ കൂടി, പിന്നെ 3 സംഖ്യ 2 സംഖ്യ കൂടി. അത്ര നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് 79 × 8 അല്ലെ? 79 × 8 നമുക്ക് ഗുണിക്കാം. എങ്ങനെയാണ്? ആദ്യം ചെയ്യേണ്ടത്
9 ഇൻറ്റു 8 ഗുണിക്കുക. 9 ഇൻറ്റു 8 എത്രയാണ്? 9 ഇൻറ്റു 8 72. 72ന് 2 ഇവിടെ ഇടാം അല്ലേ? 2 ഇടാം. പിന്നെ 7, 72ന്റെ 7 നമുക്ക് ഇവിടെ ഇടാം അല്ലേ? അതിനുശേഷം നമുക്ക് ഈ 8 കൊണ്ട് നമുക്ക് 7 ഗുണിക്കണം അല്ലേ? അപ്പൊ 7 8 56. അപ്പൊ നമ്മള് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഗുണനപ്പട്ടിക മുഴുവൻ അറിഞ്ഞിരിക്കണം. ഗുണനപ്പട്ടിക എന്തായാലും 10 വരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ ഒരു 15 വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ കണക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കണക്ക് മാത്രമാണ്. കണക്കിന്റെ ഒരു കീ എന്ന് പറയുന്നത് രഹസ്യം ഗുണനപ്പട്ടികയാണ്. ഗുണനപ്പട്ടിക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കണക്കിനോടുള്ള നമ്മുടെ മനോഭാവം തന്നെ മാറിപ്പോകും. അപ്പൊ ഗുണനപ്പട്ടികയാണ് എല്ലാവർക്കും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്കായാലും ആദ്യം ഈ ഗുണനപ്പട്ടിക പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഗുണനപ്പട്ടിക പഠിക്കണം. ഗുണനപ്പട്ടികയാണ് കണക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് ഗുണനപ്പട്ടിക പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമ്മുടെ ചിന്താഗതി തന്നെ മാറിപ്പോകും. അപ്പൊ ഗുണനപ്പട്ടിക നമ്മൾ പരമാവധി പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ഗുണനപ്പട്ടിക നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ 7 8 7 ഇൻറ്റു 8 അല്ലെ? 7 8 56. ഈ 56നോട് കൂടി നേരത്തെ കിട്ടിയ 7 കൂട്ടണ്ടേ? 56 7 63. 63ന് നമുക്ക് വേറെ സംഖ്യകളൊന്നും ഇല്ല ഇവിടെ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് 61 അങ്ങനെ തന്നെ ഇടാം അല്ലെ? അപ്പൊ 63 അല്ലെ? അപ്പൊ 632 ഉത്തരം. എങ്ങനെയാണ് ചെയ്തത്? നമ്മള് ആദ്യം 9 ഇൻറ്റു 8 ഗുണിച്ച് 8 കൊണ്ട് 9നെ ഗുണിച്ച് അല്ലെ? ആദ്യം 8 കൊണ്ട് ഏറ്റവും വലത്തെ അറ്റത്തെ സംഖ്യനെ ഗുണിച്ച്. അപ്പൊ 9 8 72 കിട്ടി. 72ന് 2 നമ്മൾ എഴുതി, 7 മുകളിൽ എഴുതി, 9ന്റെ മുകളിൽ ഏറ്റവും മുകളിൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ 8 കൊണ്ട് തന്നെ അടുത്ത തൊട്ടിപ്പുറത്തെ ഇടത്തേറ്റ സംഖ്യ ഗുണിച്ച്. അപ്പൊ 7 ഇൻറ്റു 8 56. 56നോട് കൂടി നേരത്തെ ഇവിടെ എഴുതിയാണ് 7 കൂടി കൂട്ടണം അല്ലെ? 56 7 എത്രയാണ്? 56 7 63. അപ്പൊ 61 അങ്ങനെ തന്നെ എഴുതാം അല്ലെ? നമുക്ക് 632. കാരണം വേറെ സംഖ്യകളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണേ? ഈ 63ന് 3 ഇവിടെ എഴുതി 6 ഇവിടെ എഴുതേണ്ടി വന്നേ അല്ലെ? അപ്പൊ ഇവിടെ വേറെ സംഖ്യകളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് 61 അങ്ങനെ തന്നെ താഴോട്ട് എഴുതാം. അപ്പൊ 632 ഇതിന് ഉത്തരം. അതുപോലെ തന്നെ 98 അടുത്തത് 98 ഇൻറ്റു 85. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ തന്നെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഏറ്റവും വലത്തേറ്റത്തെ സംഖ്യ ഗുണിക്കുക. അപ്പൊ 85 എത്രയാണ്? 40. 40ന് 0 ഇവിടെ ഇടാം, 4 ഏറ്റവും മുകളിൽ എഴുതാം അല്ലേ? അപ്പൊ 85 40. 40 0 എഴുതി, 4 ഇവിടെ എഴുതി. ഇനി 5 ഇൻറ്റു 9 ഗുണിക്കാം അല്ലെ? 9 5 45 അല്ലെ? 9 45. ഈ 4 കൂടി കൂട്ടണ്ടേ? 9 45 4 49. ഇവിടെ നമുക്ക് 49 4 9 അല്ലെ? 490. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ 8 ഇപ്പോഴത്തെ സംഖ്യ എടുക്കാം. ആദ്യം 5 എടുത്ത് പിന്നെ 8 എടുത്ത് ഇനി 8 എടുക്കാം. ഇനി 8 ഇൻറ്റു 8 എന്നിട്ട് എത്രയാണ്? 64. 64 എഴുതുമ്പോൾ 4 എഴുതേണ്ടത് നമ്മൾ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് വിട്ടിട്ട് ഈ രണ്ടാമത്തെ സംഖ്യ മുതലേ തുടങ്ങാൻ പാടുള്ളൂ ഇപ്പുറത്തേട്ട്. അതായത് 0ന്റെ ഇപ്പുറത്ത് 9ന്റെ താഴെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ എന്നിട്ട് 64 അല്ലെ? 64 എന്നിട്ട് 64 എന്ന് പറയുമ്പോ 4 ഇവിടെ എഴുതാം. 4 എഴുതി, 64 4 എഴുതി. 6 നമുക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാം 6. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 8 8 ഗുണിച്ച് അതിന്റെ 64ന് 4 താഴെ എഴുതി, 6 ഇവിടെ മുകളിൽ ചെറുതായിട്ട് എഴുതി. ഇനി 9ന്റെ 8 ഗുണിക്കുക അല്ലെ? ഈ 8 ആദ്യം നമ്മൾ 8 ഇൻറ്റു 8 ഗുണിച്ച് അത് കഴിഞ്ഞിട്ട് 8 ഇൻറ്റു 9 ഗുണിക്കുക. 9 8 72. 72 ഇവിടെ ഒരു 6 ഉണ്ടല്ലോ. 72 6 78. കൂട്ടിയാണ് വേണ്ടത് 78. 72 6 78 78 അല്ലെ? അപ്പൊ നമ്മള് 5 കൊണ്ട് 98 ഗുണിച്ചപ്പോ 490 കിട്ടി. 8 കൊണ്ട് 98 ഗുണിച്ചപ്പോ 184 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മള് ഇത് കൂട്ടണം അല്ലെ? കൂട്ടണം. 490ന്റെ ഒരു സംഖ്യ വിട്ട് 0 അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിട്ട് 784 നമ്മൾ ഗുണിച്ചപ്പോൾ എഴുതി. ഇനി ഇത് തമ്മിൽ കൂട്ടണം അല്ലെ? 0 0ന് 0 തന്നെ, ഒന്നുമില്ല 0 എടുത്തെഴുതാം. 9 4 9 4 13 അല്ലെ? 13ന്
3 ബാക്കി 1 എവിടെ എഴുതപ്പ 1 നമുക്ക് ഇവിടെ ഇടണം അല്ലേ, 1 അവിടെ കൂട്ടാനുള്ളതാണ്. അപ്പൊ 9 4 13 3 1 ഇവിടെ എഴുതി. ഇനി ഈ 8 4 ഈ 1 കൂടി കൂട്ടണം അല്ലെ. അപ്പൊ 8 4 12 1 13. 13ന് 3 ഇവിടെ എഴുതാം, 1 ഇവിടെ എഴുതാം അല്ലെ. 1 നമുക്ക് ഇവിടെ ഇടണം കാരണം 7 കൂടി കൂട്ടാനുള്ളതാണ്. അപ്പൊ എത്രയായി? ഈ 8 4 12 1 13ന് 3 ശിഷ്ടം ഇവിടെ 1 എഴുതി. 1 7 8. അപ്പൊ ഉത്തരം എത്രയാണ്? 8330. ഇനി ഈ കണക്കം ചെയ്തേക്കാം നമുക്ക്. 378 × 56 അതിനേക്കാളും വലുതാണ് അല്ലെ. ഇത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഈ വലത്തെ അറ്റത്തുനിന്ന് തുടങ്ങാം. വലത്തെ അറ്റത്ത് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഈ 3നെ ഗുണിക്കുക, അതുകൊണ്ട് അതിന്റെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ആദ്യം 6 കൊണ്ട് ഗുണിക്കുക. എങ്ങനെയാണ്? 6 × 8 48. 48ന് 8 എഴുതാ, 4 ഇവിടെ മുകളിൽ ഇട്ടേക്കുക. ഇനി 6 × 7 ഗുണിക്കുക. 7 6 42. ഈ 4 കൊണ്ട് കൂട്ടണ്ടേ. അപ്പൊ 7 42 4 46. 46ന് 6 ഇവിടെ മുകളിൽ വീണ്ടും 4 4. 46ന്റെ 4 ഇടാം. ഇനി എന്ത് ചെയ്യണം? 6 × 3 വേണ്ടേ. 6 × 3 3 18. 18ഉം ഈ 4 കൊണ്ട് കൂട്ടണ്ടേ. 18 4 22. 22 വേറെ സംഖ്യകളൊന്നും നമുക്ക് അപ്പുറത്ത് ചെയ്യാനില്ലാത്ത കാരണം 3ന്റെ അപ്പുറത്ത് വേറെ സംഖ്യകളൊന്നുമില്ല. അപ്പൊ നമുക്ക് 22 അങ്ങനെ തന്നെ ഇടാം. ഇനി എന്താണ്? ഇനി 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 6ന്റെ അടിയിൽ ഇടാൻ പാടുള്ളൂ അല്ലെ. 6ന്റെ അടി തുടങ്ങാണ് ഇടാൻ പാടില്ല, 8ന്റെ അടിയിൽ ഇടാൻ പാടില്ല. അപ്പൊ 5 കൊണ്ട് 8 ഗുണിക്കുക. 8 5 40. 40ന് 0 ഇപ്പുറത്ത് ഇടാം, അടിയിലിടാം, 6ന്റെ അടിയിലിടാം. 8 5 40. 40ന് 0 ഇട്ട് 4 ഇവിടെ എഴുതിയേക്കാം. 4 ഇവിടെ എഴുതി. ഇനി 7 5 35. 35 4 കൂട്ടണ്ടേ. 35 4 39. 39ന് 9 ഇവിടെ ഇടാം. 9 ഇട്ട് കഴിഞ്ഞാല് ബാക്കി 3 ഇല്ലേ, ആ 3 നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ വെറുതെ ഇട്ടേക്കുക. അപ്പൊ 7 35. 35 4 39ന് 9 3 ഇവിടെ എഴുതി. ഇനി എന്ത്? ഇനി 5 കൊണ്ട് 3നെ ഓടിക്കുക. 5 15. 15ഉം നേരത്തെ 3 കൂടി കൂട്ടിയാല് 18. അപ്പൊ നമുക്ക് 18 എഴുതാം അല്ലെ. അപ്പൊ കഴിഞ്ഞല്ല. അപ്പൊ 5 കൊണ്ട് 3 മണിച്ച് വേറെ സംഖ്യ ഇല്ലാത്ത നമ്മൾ 18 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. വേറെ സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ 18ന് 8 എഴുതും, പിന്നെ 1 ഇവിടെ എഴുതും അല്ലെ. ഇപ്പൊ വേറെ സംഖ്യ ഒന്നുമില്ല. അപ്പൊ 3 5 + 3 18. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിനെ കൂട്ടണം. ഇതിനെ കൂട്ടുന്നത് 8 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 6 0 6. 9 2 11ന് 1. ബാക്കി 1 ഇവിടെ ഇടണം അല്ലെ. 1. ഇനി 8 2 10. 10 1 11. 11ന് 1 ഇവിടെ ഇടാം, ബാക്കി 1 ഇവിടെ ഇടാം. അതിനുശേഷം 1 1 അല്ലെ. 1 1 2. ഉത്തരം എത്രയായി? 21168. അപ്പൊ ഇങ്ങനെയാണ് ഗുണനം. ഇനി നമുക്ക് ഹരണം എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതാണ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മിക്ക ആളുകൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നമുക്ക് 319നെ ആദ്യം 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ എഴുതണത് 319 ഇവിടെ 5 ഇതുപോലെ എഴുതണം. 5 ഹരണം 319 എങ്ങനെ ഹരിക്കും? ആദ്യം എന്ത് ചെയ്യണം? ഈ 5 3 പോവില്ല അല്ലെ. 3 പോവില്ല. 31ന് 5 പോകും. എങ്ങനെ? 6 5 30. 6 തവണ പോകും. അപ്പൊ ഈ 31 1ന്റെ മുകളിൽ 6 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? 6 × 5. 6 × 5 എത്രയാണ്? 30. 30 നമ്മൾ താഴേക്ക് എഴുതാം. അതായത് 6 5 30 എഴുതാം. നമുക്ക് ആദ്യം 33 പോവില്ല. അപ്പൊ 31ൽ 5 എത്ര പ്രാവശ്യം പോകും? 6. എന്നിട്ട് ഈ കിട്ടിയ 6 കൊണ്ട്
5നെ ഗുണിച്ചിട്ട് ആ 30 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 31 നിന്ന് 30 കുറക്കണം. അപ്പം എത്ര കിട്ടും? 0 1. ഇനി എന്ത് ചെയ്യണം? ഈ 9 അല്ലേ, 331 വരെ നമ്മൾ കഴിഞ്ഞ് ഇനി 9 ഉണ്ട്. ഈ 9 കൂടെ ഇറക്കി എഴുതണം. 9 ഇറക്കി എഴുതി കഴിഞ്ഞാൽ ഇവിടെ 19 അല്ലേ. ഈ 19 5 എത്ര പ്രാവശ്യം പോവും? 3 5 15. അപ്പം 3 പ്രാവശ്യം പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ പോലെ 6 കൊണ്ട് 5നെ ഗുണിച്ച് 30 പോലെ 3 കൊണ്ട് 5 ഗുണിച്ച് 15. ഈ 19 താഴെ ഇടണം. 15 അല്ലേ. അപ്പൊ എത്രയായി? 19. അതിന്റെ അടിയിൽ 15 വന്നു. ഇനി ഈ 19 15 കുറക്കണം. എങ്ങനെ കുറക്കും? 19 15 കുറച്ചാല് 4 അല്ലേ. 4 വരും. അപ്പൊ ഉത്തരം 63, ശിഷ്ടം 4 വരും. അപ്പൊ ഇത്രയാണ് ശിഷ്ടം വന്ന കണക്കാണെങ്കിൽ 63 ശിഷ്ടം 4. ഇനി നമുക്ക് 7548നെയാണ് 4 കൊണ്ട് ഹരിക്കേണ്ട നമ്മൾ അല്ലെ. 7548നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ 7 ആദ്യം പോകും നോക്കാം. 7 4 എത്ര പ്രാവശ്യം പോകും? 1. അതിനുശേഷം ഈ 1 കൊണ്ട് 4നെ ഗുണിച്ചിട്ട് 7 എഴുതാം. 1 4 4. 2 7 നിന്ന് 4 കുറക്കാം. അപ്പൊ 3 3 വരും. അതിനുശേഷം ഈ 5 താഴെ ഇറക്കി എഴുതാം. അപ്പൊ 35. 35 4 എത്ര പ്രാവശ്യം പോകും? 9 4 36 4 32 അല്ലെ. 8 എന്നാല് അത് 8 കിട്ടി. ഇനി 8 കൊണ്ട് 4 വെച്ചാല് 32. അത് 35 താഴെ എഴുതാം. എന്നാല് 32. ഇത് തമ്മിൽ കുറക്കുമ്പോ എത്ര കിട്ടും? 3 അല്ലെ. 5 3 കുറച്ചാല് 5 2 കുറച്ചാല് 3. ഇനി എന്ത് ചെയ്യണം? ഇപ്പുറത്ത് വന്ന 4 അല്ലെ. 4 നമ്മുടെ ഇറക്കി എഴുതണം. 4 ഇറക്കി എഴുതുമ്പോൾ 4 ചെയ്യുമ്പോൾ 34 വരും അല്ലെ. 34 4 എത്ര പ്രാവശ്യം പോവും? 9 4 36 4 32. അപ്പോഴും 8 പ്രാവശ്യം പോവും. 8. എന്ത് ചെയ്യണം? 8 × 4 32. വീണ്ടും എഴുതുക. 32. ഇനി 4 2 ഇത് നമ്മൾ കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2. 4 2 കുറച്ചാല് 2. ബാക്കി ഇവിടെ ഒരു 8 കൂടി ഉണ്ടല്ലോ. ആ 8 കൂടി നമ്മൾ ഇവിടെ ഇറക്കി എഴുതാം. അപ്പൊ 28 ഇവിടെ 28 വരും. ഇനി 28നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ 28 4 പ്രാവശ്യം പോകും? 7 7 4 28 അല്ലെ. അപ്പൊ 7 4 28 എന്ന് പറയുമ്പോ ഇവിടെ 7. എന്ത് ചെയ്യും? ഈ 7 കൊണ്ട് 4നെ വിളിച്ച് 28 ഇവിടെ എഴുതുക. ശിഷ്ടം ഒന്നുമില്ല, 0 അല്ലെ. അപ്പൊ കംപ്ലീറ്റ് നമ്മൾ ഹരിച്ചു കഴിഞ്ഞു. പൂർണ്ണമായിട്ട് ഈ 7548 4 പോയി. അപ്പൊ 1887 കിട്ടി. ഈ കണക്ക് നമുക്ക് പോയിന്റ് വരുന്ന കണക്കാണ്. പോയിന്റ് വരുന്ന കണക്ക് നമുക്ക് വരെയാണെങ്കിൽ അത് പഠിപ്പിക്കാം നമുക്ക്. അപ്പൊ ഇതാണ് ഹരണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ കമന്റ്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ്സിൽ രേഖപ്പെടുത്തണം.